ലക്ഷ്മണന് ജ്ഞാനോപദേശം ചെയ്ത് ലക്ഷ്മണനെ സന്തുഷ്ടനാക്കിക്കൊണ്ട് രാമൻ കുറച്ചുനേരം പഞ്ചവടിയിലെ സ്വവസതിയിൽ ഇരിക്കുകയായിരുന്നു. രാമനും സീതയും ലക്ഷ്മണനും ഓരോന്ന് പറഞ്ഞിരുന്നു. ആ സമയം ഒരു യാമനീചരി സൗതമീ തീരത്തുകൂടി കാനനഭംഗി നുകർന്നുകൊണ്ട് വരികയായിരുന്നു. ആശ്രമ സമീപം എത്തിയപ്പോൾ സുന്ദരനും സുകുമാരഗാത്രനുമായ രാമദേവനെ കാണാനിടയായി. ആ രാക്ഷസിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ രമിക്കണം എന്ന ഒരു വിചാരമുണ്ടായി. അവൾ രാക്ഷസ രൂപം മറച്ചൊരു സുന്ദരഗാത്രിയായ മനോമോഹിനി വേഷത്തിൽ ആശ്രമ കവാടത്തിലെത്തി. കോടി സൂര്യപ്രഭ ശോഭിതമായ രാമദേവന് മുന്നിൽ കണ്ടു. മായാമോഹിനിയായ സീതയും കൂടെ കണ്ടു. കാമപീഡിതയായ അവൾ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് രാമസമീപം എത്തി പറഞ്ഞു, അങ്ങ് ആരാണ്? ആരുടെ പുത്രനാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഈ ജടാവൽക്കലം പൂണ്ട താപസവേഷം എന്തിന്? പറയൂ. ഏതായാലും എൻ്റെ കാര്യം ചോദിക്കുമല്ലോ. അതുകൊണ്ട് ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ലങ്കേശനായ രാക്ഷസരാജൻ രാവണൻ്റെ ഭഗിനിയാണ്. കരഭൂഷണ ശിരസ്സുകളായ സഹോദരങ്ങൾക്കൊപ്പം ഈ കാനനത്തിൽ താമസിക്കുന്നു. ഇനി അങ്ങ് ആരാണെന്ന് പറയണം. എനിക്ക് അങ്ങയെ അറിഞ്ഞുകൂടാ. ഇത് കേട്ട രാമൻ പറഞ്ഞു, സുന്ദരി, ഞാൻ പറയാം, കേൾക്കൂ. ഞാൻ അയോധ്യാധിപതി ദശരഥനന്ദനൻ, രാമൻ എന്ന പേര്. സീതയെ ചൂണ്ടി, ഇവളെൻ്റെ ഭാര്യ, ജനകരാജ്യത്തെ രാജകുമാരി, നാമം സീത. ഇവൻ എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ. ഞങ്ങൾ മൂവരും പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് വനവാസം നടത്തുന്നു. ഇനി പറയൂ സുന്ദരി, നിനക്കെന്താണ് ആവശ്യം? നിന്റെ മനോഗതം അറിയിക്കുക. മടിക്കേണ്ട, പറയൂ. രാമവചനം കേട്ട രാക്ഷസി പറഞ്ഞു, നീ എന്നെ പരിഗ്രഹിച്ച് എൻ്റെ കൂടെ വന്ന് എന്നെ രമിപ്പിക്കണം. നിന്നെ വിട്ട് ജീവിക്കാൻ എനിക്ക് ശക്തി പോരാ. ഇത് കേട്ട രാമൻ സീതയെ നോക്കി മന്ദസ്മിതം തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ താപസവേഷം പൂണ്ട് കാനനം തോറും നടക്കുന്ന താപസനാണ്. തന്നെയുമല്ല, എനിക്കൊരു ഭാര്യയുണ്ട്. അവളെ ഒരിക്കലും വെടിയാൻ സാധ്യമല്ല. പിന്നെ സപത്നി ദുഃഖം സുഖം സഹിക്കാൻ നിനക്കും ആവില്ല. എൻ്റെ ലക്ഷ്മണൻ സഹോദരൻ നിനക്ക് പറ്റിയവൻ തന്നെ. നീയാണെങ്കിൽ ലക്ഷ്മിക്ക് തുല്യം സുന്ദരിയാണ്. അവനോട് നിന്റെ മനോഗതം അറിയിക്കുക. അവൻ നിന്നെ സ്വീകരിക്കുമെന്ന് തോന്നുന്നു. ഇത് കേട്ട് അവൾ സൗമിത്രിയുടെ അരികിലെത്തി പറഞ്ഞു, നീ എന്നെ പരിഗ്രഹിക്കുക. എൻ്റെ ഭർത്താവായി എന്നോട് ചേർന്ന് കഴിയുക. തന്നെ ലക്ഷ്മണൻ പറഞ്ഞു, ഹേ സുന്ദരി, ഞാൻ പരമാർത്ഥം പറയാം. ഞാൻ രാമൻ്റെ ദാസനാണ്. നീ ദാസിയായി കഴിയാൻ യോഗ്യയല്ല. അതുകൊണ്ട് എന്നെ വിട്ടു രാമസമീപം ചെന്നു പറയൂ. അവൾ വീണ്ടും രാമസമീപം ചെന്ന് തന്നെ സ്വീകരിക്കാൻ അഭ്യർത്ഥിച്ചു. രാമൻ പറഞ്ഞു, ഒരുത്തനായാൽ അവനെ ശുശ്രൂഷിക്കാൻ ഒരുത്തി വേണം. അതിനെനിക്കിപ്പോൾ ഇവളുണ്ട്. അവന് ഒരുത്തി വേണമെന്ന് വിചാരിക്കുമ്പോഴാണ് നിന്നെ കണ്ടുകിട്ടിയത്. ചെല്ലു, അവൻ നിനക്ക് അനുരൂപനാണ്. രാക്ഷസി വീണ്ടും ലക്ഷ്മണനോട് പറഞ്ഞു തന്നെ സ്വീകരിക്കാൻ. അത് കേട്ട ലക്ഷ്മണൻ പറഞ്ഞു, എന്നോട് ഇത്തരം പറയണ്ട. എനിക്ക് രതിയിൽ യാതൊരു താല്പര്യവുമില്ല. രാമനോട് തന്നെ പറഞ്ഞാലും. ഇപ്രകാരം രാമനും ലക്ഷ്മണനും അവളുടെ അഭ്യർത്ഥന മാനിക്കാതിരുന്നപ്പോൾ മോഹഭംഗവും കാമവും മൂലം അവൾക്ക് ക്രോധമുണ്ടായി. കാമത്തിനും മോഹത്തിനും ഭംഗം വരുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന വികാരമാണല്ലോ ക്രോധം. ക്രോധാഗ്നിയിൽ അവൾ രാക്ഷസ രൂപത്തിൽ വേഗം സീതയെ നോക്കി പാഞ്ഞു. ഇപ്പം പിടിച്ചു തിന്നും എന്ന രീതിയിൽ. ഇത് കണ്ട് ലക്ഷ്മണന് കോപമുണ്ടായി. പെട്ടെന്ന് പാഞ്ഞു ചെന്ന് വാളൂരി അവളുടെ മൂക്കുമുലയും വെട്ടി. അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം നദി പോലെ ഒഴുകി. അവൾ വേഗം അവിടെ നിന്ന് പാഞ്ഞുപോയി.